സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗം സംബന്ധിച്ചും ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ചുമാണ് നടി വിൻസി അലോഷ്യസ് തുറന്നു പറഞ്ഞത്. അമ്മയ്ക്കും ഫിലിം ചേംബറിനും രേഖാമൂലം പരാതിയും നൽകി. സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ച നടൻ ഷൈൻ ടോം ചാക്കോ ലൈംഗിക ചുവയോടെ സംസാരിച്ചു. ലഹരി ഉപയോഗത്തെ തുടർന്ന് ഷൈൻ ടോം ചാക്കോയുടെ കണ്ണുകൾ തടിച്ചിരുന്നു. വസ്ത്രം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് മുറിക്കകത്ത് കയറിയെന്നും വിൻസി പരാതിയിൽ വ്യക്തമാക്കുന്നു. ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇത് ഉപയോഗിച്ച് പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറി. എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതേസമയം നടന്റെ പേര് പുറത്തു വന്നതിൽ വിൻസി അതൃപ്തി പ്രകടമാക്കി. ഒരുപാട് പേരുടെ അധ്വാനമാണ് സിനിമയെ ബാധിക്കുമെന്നതിനാൽ നടന്റെ പേര് പുറത്തുവരില്ലെന്ന ഉറപ്പിലാണ് താൻ പരാതി നൽകിയതെന്നും ഫിലിം ചേംബറിന്റെ നടപടി തെറ്റായിപ്പോയെന്നും വിൻസി പറഞ്ഞു. ഒരു 100 വട്ടം ഈ എന്നോട് സംസാരിക്കുന്ന ഓരോ സംഘടനകളുടെ അടുത്തും ഓരോ വ്യക്തികളുടെ അടുത്തും ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ വ്യക്തിയുടെ പേര്, ഇദ്ദേഹത്തിന്റെ പേരോ ഈ സിനിമയുടെ പേരോ ഒരു കാരണവശാലും മാധ്യമത്തിനോ പൊതുസമൂഹത്തിനോ മുന്നിൽ പരാമർശിക്കരുത്. എന്നിട്ടും അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ ബോധം? ആ ബോധമില്ലായ്മയുടെ കയ്യിലാണല്ലോ ഞാൻ പരാതി സമർപ്പിച്ചത് എന്നുള്ളൊരു കുറ്റബോധമാണ് ഇപ്പം എനിക്കുള്ളത്. വിൻസിയുടെ പരാതിയിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് അമ്മ സംഘടന വ്യക്തമാക്കി. വിനു മോഹൻ, സരയു, അൻസിബ എന്നിവരെ ഉൾപ്പെടുത്തി 3 അംഗ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പോ വിൻസിയുടെ സൈഡിൽ നിന്ന് നമ്മൾ കേട്ടു, ഞാൻ പരാതി കണ്ടു. ഇനിയിപ്പം സൈഡിൽ നിന്ന് നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽ കിട്ടിയിട്ട് വേണം ഇതിപ്പോ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഒരു വിശദീകരണവും കാര്യങ്ങളും അതിന്റെ എങ്ങനെയാണ് നടപടിക്രമം അനുസരിച്ചിട്ട് വളരെ വേഗം തന്നെ അത് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നടപടി താക്കീതിൽ ഒതുങ്ങില്ലെന്നായിരുന്നു ഫിലിം ചേംബർ വ്യക്തമാക്കിയത്. ഒരു യോഗം 21 വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് ശക്തമായ നടപടി എടുക്കും. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല, ഞങ്ങൾ ഈ കാര്യത്തിൽ ഇനി പുറകോട്ട് പോകുന്ന പരിപാടിയില്ല, താക്കീതും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ സഹകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത്തരം ആൾക്കാരെ വെച്ച് മുന്നോട്ട് പ്രോജക്റ്റ് എടുക്കാതിരിക്കുക എന്നല്ല, വേറെ നിയമപരമായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സർക്കാരാണ്, ജുഡീഷ്യറിയാണ്. വിൻസിക്ക് WCC പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. മലയാള സിനിമയിലെ ലഹരി ഉപയോഗം തടയാൻ ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും WCC വ്യക്തമാക്കി. തുടർ നടപടികൾക്കായി തിങ്കളാഴ്ച കൊച്ചിയിൽ ഫിലിം ചേംബറിന്റെ യോഗം ചേരും. സൂത്രവാക്യം സിനിമയുടെ IC അംഗങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും. തുറന്നു പറയാൻ ധൈര്യം കാണിച്ച വിൻസിക്ക് തുടർന്നും പിന്തുണ ലഭിക്കുമോ? എന്ത് നടപടിയാകും സിനിമാ സംഘടനകൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുകയെന്നതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.